ഇതാ ഒരു കപ്പളങ്ങ കണ്ടോ, കപ്പളം മരം കണ്ട്, പപ്പായ. അതിൻ്റെ മരം പണിയുണ്ടതുണ്ട് എന്തായാലും. കണ്ടോ, ദയവായി പൂക്കളും ചെടികളും പറിക്കുക, കമ്പൊടിക്കുകയോ ചെയ്യരുത്. നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ് പരിപാടി കാണാം. വന്ന് ഫോട്ടോ എടുക്കാം, പക്ഷേ എന്നാലും നമ്മളതിനെ ഉപദ്രവിക്കരുത്. അതിങ്ങനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഭംഗി ഒരിക്കലും നമ്മൾ പറിച്ച് കളയുമ്പോൾ ഒരിക്കലും ഉണ്ടാകത്തില്ല. നമ്മൾ പറിച്ചെടുക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ കയ്യിലിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ കാണുകയും ഫോട്ടോ എടുക്കുകയും ചെയ്യുമ്പോഴാണ് ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുക. പ്രകൃതി സ്നേഹമൊക്കെ മാറുക എന്നാണ് ഏറ്റവും എന്തായാലും അടിപൊളിയാണ്, നല്ലൊരു എക്സ്പീരിയൻസ്. ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും ക്ഷണിക്കുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തന്നെ എം സി റോഡിലാണ്. എം സി റോഡിൽ പിന്നെ കോഴയിലാണ് നിൽക്കുന്നത്. കോഴയിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു പൂവിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടിപ്പുറം തന്നെ കാണുന്ന ഒരു ഗാർഡൻ പോലെ റോഡ് സൈഡിൽ അവിടെ ഒരു കുരിശടിയുണ്ട്. പുഴയുടെ സൈഡിൽ തന്നെ ആ ഒരു കുരിശടിയുടെ നേരെ സൈഡിൽ കാണുന്ന ഒരു ഗാർഡൻ പോലെ സെറ്റപ്പാണ് കാണുന്നത്. അപ്പോൾ ഇതെന്തായാലും കണ്ടപ്പോൾ ഞാൻ വണ്ടി നിർത്തി ഒരുപാട് ആളുകളുടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു കാഴ്ചയാണ്. മാലിന്യങ്ങൾ കൂടുന്ന റോഡ് സൈഡിൽ വ്യത്യസ്തമാകുന്നൊരു കാഴ്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വന്ന് ഫോട്ടോ എടുക്കുക. ഒക്കെ അടിപൊളി കാഴ്ചകളാണ്. തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കാണുക, മാക്സിമം വീഡിയോ കാണുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ. സൈഡിൽ നമ്മൾ സാധാരണ നമ്മൾ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ഒരുപാട് മാലിന്യങ്ങളൊക്കെ വലിച്ചെറിയും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് റോഡിനെ തന്നെ കുളമാക്കുന്ന ഒരു പ്രകൃതമാണ് പൊതുവെ നമ്മുടെ ആളുകളൊക്കെ കണ്ടത്. പക്ഷേ ഇത് വളരെ വ്യത്യസ്തമായ കാഴ്ചയല്ല കേട്ടോ, നമുക്ക് പറയാതിരിക്കാൻ സാധിക്കത്തില്ല. ഇതുണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാം. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, മോനിപ്പള്ളിയിൽ നിന്ന് നമ്മുടെ കുറവരങ്ങാട്ടിലേക്ക് എത്തുമ്പോൾ ഉള്ള കോഴയുടെ തൊട്ടും മുന്നത്തുള്ള ഒരു കുരിശടിയുണ്ട്. ആ കുരിശടി തൊട്ട് ഇങ്ങനെ കുറച്ച് ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് നല്ല രസമുള്ള കാഴ്ചയാണ്. അതായത് നമ്മൾ കാണുന്നവർ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ഈ റോഡ് പോവുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഫോട്ടോസൊക്കെ ഇടുക, കമൻറ്റ് ചെയ്യുക. പിന്നെ റോഡിനെയും പ്രകൃതിയൊക്കെ ഇങ്ങനെ ഭംഗിയായിട്ട് സംരക്ഷിച്ച് പോരാൻ നല്ലൊരു കഷ്ടപ്പാട് തന്നെയാണ്. എന്നാലും ആ ചേട്ടനൊരു ബിഗ് സല്യൂട്ട്, ഞാൻ കണ്ടിട്ടില്ലെങ്കിലും ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. എന്നാലും ഇതൊരു മറ്റുള്ളവർക്കൊരു മാതൃകയായി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നമ്മുടെ റോഡിലെ മാലിന്യങ്ങളൊക്കെ മാറ്റിയിട്ട് നമ്മളൊരു അടിപൊളി ഒരു പ്രകൃതിയോട് യോജിച്ച രീതിയിൽ നല്ലൊരു ഗാർഡൻസ് കൂടി ചേർന്ന ഒരു റോഡായി മാറട്ടെ എല്ലാവരും. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ നമ്മുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, നമ്മൾ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോസ് നമുക്ക് കണ്ടുമുട്ടാം. ഓക്കെ. നമ്മുടെ കോളാമ്പിപ്പൂവാണ്. അതുപോലെ തന്നെ ഗാർഡനിലായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതുണ്ടല്ലേ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ആരും പറിച്ചെടുക്കില്ല കേട്ടോ, ഇതൊന്ന് കാണാൻ തന്നെ ഒരു രസമാണ്. കാരണം ജോർജ് എന്ന് പറഞ്ഞ ചേട്ടനാണ്. അപ്പോൾ ചേട്ടൻ്റെ വീടാണ് നേരെ ഈ ചായക്കടയുടെ കണ്ടോ, ഈ ചായക്കടയുടെ ഓപ്പോസിറ്റാണ് ആ ചേട്ടൻ താമസിക്കുന്നത്. ആ ചേട്ടൻ ചെയ്തേക്കണമെന്നല്ല ഒരു ചേട്ടൻ ഇപ്പോൾ പറഞ്ഞത്. എല്ലാ സംഭവങ്ങളും അത്യാവശ്യമാണ്. ഇത് എത്ര നാളും കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇത് ഉണ്ടാക്കിയിരിക്കണം അല്ലേ, നല്ല രസമല്ലേ കാണാനായിട്ട്. ഇഷ്ടംപോലെ പൂവുകളാണ്. റോഡ് സൈഡൊക്കെ എത്രയോ വൃത്തിയായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ കാണുന്നത് കേട്ടോ. മറ്റുള്ള സ്ഥലങ്ങളുണ്ടാവാം, പക്ഷേ എന്നാലും നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് ഇങ്ങനെയൊക്കെ കാണുക ഞാൻ അപൂർവമായിട്ടാണ് കണ്ടത്. എന്തായാലും വളരെ ഭംഗിയുണ്ട്. ചേട്ടനൊരു വലിയ താങ്ക്സ്. ഈ പള്ളിയുടെ നേരെ സൈഡിലാണ് ഈ കാഴ്ചകളൊക്കെ. ഈ വീട്ടിലെ ചേട്ടനാണെങ്കിൽ ചെയ്തതെന്നാണ് നമ്മുടെ വഴിയിൽ കണ്ട ചേട്ടൻ പറഞ്ഞത്. ഇത് പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷൻ എന്ന് വെച്ചാൽ ഒരു ഫ്രൈഡേ കിഡ് സ്റ്റോറുണ്ട്, അതിന് നേരെ ഓപ്പോസിറ്റാണിത് കണ്ടോ.
ചേട്ടൻ്റെ പേരെന്താ? ഷാജി ചേട്ടൻ. ഓക്കെ ഷാജി ചേട്ടാ. അപ്പോൾ ഇത് ആരായിട്ട് ഇങ്ങനെ ഈ ഫ്ലവറായിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്? നല്ല രസമുണ്ട് കാണാനായിട്ട്. ആരാ? ജോർജ്. നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലേ? ആ ശരി ശരി. എന്തായാലും നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഓക്കെ.